ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Magiconion. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു അന്തസ്സെന്ന് പറയുന്ന പോലത്തൊരു സ്നാക്കാണ്. നമ്മുടെ ഈവനിങ് സ്നാക്കാണ്. നമ്മൾ പഴംപൊരിയൊക്കെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സിമ്പിളായിട്ട് നമ്മൾ കാണിച്ചു തരാണ്. അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായക്കൊരു അതിൻ്റെ കൂടെ ഒരു പഴംപൊരിയൊക്കെ കഴിക്കുന്നത് മലയാളികളുടെ ഒരു ശീലമാണ്. ആർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന, എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു വിഭവമാണ് നമ്മുടെ പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് മൈദമാവാണ്. മൈദപ്പൊടി 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 ഏത്തപ്പഴമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. മൈദപ്പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്. ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ള് ചേർക്കാവുന്നതാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്. നമ്മുടെ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അപ്പോഴും പഞ്ചസാര ചേർക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ പൊടിയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കുക. മാവ് ഒത്തിരി ലൂസായി പോകരുത്. ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴത്തുമ്പോൾ മാവ് പറ്റിയിരിക്കത്തില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് പഴം മാത്രമായിട്ട് പൊരിച്ച് വരുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി വയ്ക്കാനായിട്ട്. ചിലർ ഇതിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്ന കാണാം. അതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ കടയിലത്തെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ പഴം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3 പഴമാണ്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 2 മണിക്കൂർ ടൈമെങ്കിലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് വീറി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ മാറ്റി വെച്ചായിരുന്നു. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് അതിലേക്ക് പഴം മുക്കിയിടേണ്ടത്. കൂടുതലും നമ്മൾ കാണുന്നത് ജീരകത്തിന് പകരം എള്ള് ചേർക്കുന്നതാണ്. അപ്പോൾ എള്ള് ചേർക്കുകയാണെങ്കിൽ അത് കാണാനായിട്ട് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ജീരകമാണെങ്കിൽ അത് ഒന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കുറച്ചുകൂടി രസം ഉണ്ടാവും. നമ്മൾ സാധാരണ ജീരകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം പഴം ഓരോന്നായിട്ട് ആ എണ്ണയിൽ മുക്കി മാവിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലല്ല എടുക്കുന്നതെങ്കിൽ പഴത്തുമ്പോൾ മാവ് നന്നായിട്ട് പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് വേണം ആ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്ന പോലെ അത് അത്യാവശ്യം പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നല്ല കറുമുറു എന്നുള്ള രീതിക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നല്ല ക്രിസ്പിനെസ് ആവുന്ന രീതിക്ക് കുറച്ച് ടൈം ആ മാവ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. സോഡാപ്പൊടിയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കളറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 സൈഡും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുത്ത് എണ്ണയൊക്കെ വാലാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പഴം 3 കട്ട് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഫുള്ള് നമുക്ക് ഇതുപോലെ തന്നെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണമെന്നില്ല. കാരണം കുറച്ച് പഴം അങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ പഴത്തിനാണെങ്കിൽ ഇപ്പോൾ വിലക്കുറവും. പഴം മേടിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും രുചിയിലും തന്നെ നമുക്ക് പഴംപൊരി വീട്ടിൽ റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇട്ടേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ മാജിക്കോനിയനിൽ നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. ഒത്തിരി കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.